നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മാർച്ച് മാസം 10-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് LPG വിതരണത്തിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഗാർഹിക LPG സിലിണ്ടർ ബുക്കിങ്ങിലൊക്കെ തന്നെ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഇപ്പോൾ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു സിലിണ്ടർ ഡെലിവറി ചെയ്തതിന് ശേഷം 25 ദിവസത്തിന് ശേഷം മാത്രമേ ഓൺലൈനായിട്ടോ അല്ലാതെയോ അടുത്ത ബുക്കിംഗ് നടത്താനായിട്ട് ഇനി സാധിക്കൂ. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ തങ്ങളുടെ സോഫ്റ്റ്വെയറിൽ ഇതനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വരുത്തി കഴിഞ്ഞിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം കാരണം ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണക്കപ്പലുകളുടെ യാത്ര തടസ്സപ്പെട്ടത് ഇന്ത്യയുടെ LPG ഇറക്കുമതിയെ ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ LPG ആവശ്യത്തിൻ്റെ 60% ഇറക്കുമതിയാണ്. ഉപഭോക്താക്കൾ പരിഭ്രാന്തരായിട്ട് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നത് തടയാനും കൃത്രിമക്ഷാമം ഒഴിവാക്കാനുമാണ് സർക്കാർ ഇപ്പോൾ ഈ പുതിയ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ OP സമയം വർദ്ധിപ്പിച്ചു. രാവിലെ 8 മണി മുതൽ 2 മണി വരെയാണ് സമയം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഇത് 1 മണി വരെയായിരുന്നു. ആശുപത്രി സൂപ്രണ്ടുമാരുടെ ജോലി സമയവും കൂട്ടിയിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ് സൂപ്രണ്ടുമാരുടെ ജോലി സമയം വരിക. ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരുടെ ജോലി സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാക്കിയും ഇത്തരത്തിൽ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. അതേസമയം OP സമയം കൂട്ടിയതിനെതിരെ KGMOA രംഗത്തെത്തിയിട്ടുണ്ട്. ഡോക്ടർമാരുടെ ജോലിഭാരം കൂട്ടുന്നത് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ലെന്ന് KGMOA പറഞ്ഞു. പുതിയ തസ്തികകൾ സൃഷ്ടിക്കുകയാണ് വേണ്ടത്. ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും KGMOA അറിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്ത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ വാഹനം ഓടിക്കുന്നത് തടയാനായിട്ട് മോട്ടോർ വാഹന വകുപ്പും പോലീസും കർശനമായ പരിശോധനകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ച് അവർ പിടിക്കപ്പെട്ടാൽ ആ വാഹനത്തിൻ്റെ ഉടമയ്ക്കും കുട്ടിയുടെ രക്ഷിതാക്കൾക്കുമെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. 3 വർഷം വരെ തടവ് ശിക്ഷയും വലിയ തുക പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത്. കൂടാതെ പിടിക്കപ്പെടുന്ന കുട്ടികൾക്ക് 25 വയസ്സ് തികയുന്നത് വരെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് സാധിക്കുകയില്ല എന്നതും ഈ നിയമത്തിൻ്റെ പ്രത്യേകതയാണ്. ഇത്തരം ഡ്രൈവർമാരൊക്കെ വരുത്തുന്ന അപകടങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല എന്നതും മാത്രമല്ല, നഷ്ടപരിഹാര തുക അത് വാഹന ഉടമയോ അല്ലെങ്കിൽ രക്ഷിതാവോ തന്നെ നൽകേണ്ടി വരുമെന്നും അധികൃതർ കർശന മുന്നറിയിപ്പ് ഇതിലൂടെ നൽകുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 22ാമത്തെ ഗഡുവിനായിട്ട് കാത്തിരിക്കുന്ന രാജ്യത്തെ 10 കോടിയോളം വരുന്ന ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 11-ാം തീയതി കേരളത്തിൽ വെച്ച് വിവിധ റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പരിപാടികളുമായി ബന്ധപ്പെട്ടൊക്കെ എത്തുന്നുണ്ടെങ്കിലും അന്ന് കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ഉണ്ടാകില്ലെന്നാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. മാർച്ച് 31-നകം ഈ 2000 രൂപ അത് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി എത്തേണ്ടതായിട്ടുണ്ട്. സാധാരണയായിട്ട് വലിയ പൊതുപരിപാടികളിലൊക്കെ വെച്ചാണ് ഇതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം പ്രധാനമന്ത്രി നടത്താറുള്ളത്. 13-ാം തീയതിയും ഒരു പൊതുപരിപാടി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും PM ഈവൻസിൽ അതിൻ്റെ വെബ്സൈറ്റിൽ ഇതുവരെ ഔദ്യോഗിക അറിയിപ്പുകൾ വരാത്തതിനാൽ തന്നെ ഈ മാസം അവസാന വാരത്തോടു കൂടി മാത്രമേ തുക വിതരണം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. കഴിഞ്ഞ തവണ തുക ലഭിച്ചവർക്കും ഇനി അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് KYC, ലാൻഡ് സീഡിങ്, അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ഒക്കെ പൂർത്തീകരിച്ച് വിജയകരമായിട്ട് പൂർത്തിയാക്കിയവർക്കും തുക തടസ്സപ്പെട്ട് കിടക്കുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇത്തരത്തിൽ വിജയകരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചെങ്കിൽ അവർക്ക് മുടങ്ങിയ തുകയടക്കം തന്നെ ഇത്തവണ അക്കൗണ്ടുകളിലേക്ക് ഒരുമിച്ച് ലഭിക്കുന്നതാണ്. കൃത്യമായ തീയതി സംബന്ധിച്ച അറിയിപ്പുകൾ, ഔദ്യോഗിക അറിയിപ്പുകൾ വരുന്ന മുറയ്ക്ക് നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മാർച്ച് മാസത്തിലെ ക്ഷേമ പെൻഷൻ ചിലപ്പോൾ 2 മാസത്തെ തുകയായിട്ട് ഒരുമിച്ച് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ കൂടി വിഷു, ഈസ്റ്റർ ഒക്കെ പ്രമാണിച്ച് മുൻകൂട്ടി വിതരണം ചെയ്തേക്കാമെന്നുള്ള സൂചനകളാണ് വരുന്നത്. ഏപ്രിൽ മാസം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൂടി കണക്കിലെടുത്താൽ ഒന്നുകിൽ മാർച്ച് മാസത്തെ തുക അത് വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ മെയ് മാസത്തേത് നേരത്തെയാക്കുകയോ ചെയ്തുകൊണ്ട് 2 ഗഡുക്കൾ ഒരുമിച്ച് നൽകാനാണ് കൂടുതലും സാധ്യത. 2 മാസത്തെ പെൻഷൻ ഉറപ്പായിട്ടും നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷ. എന്തായാലും മാർച്ച് മാസത്തിലെ പെൻഷൻ 25-ാം തീയതി ബുധനാഴ്ച മുതലായിരിക്കും നമുക്ക് ലഭിക്കുക. ബുധനാഴ്ച വൈകുന്നേരത്തോടുകൂടിയൊക്കെ ആയിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയുടെ വിതരണം ആരംഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ ഓർമ്മിപ്പിക്കാനുള്ളത്. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകളും മറ്റ് പ്രധാന അറിയിപ്പുകളും നിലവിൽ മുൻകൂട്ടി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മാസം പകുതിയോടെ തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും മാത്രമല്ല തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും ഒക്കെ തന്നെ നിലവിൽ വരാനായിട്ടുള്ള സാധ്യതയുള്ളതിനാലാണ് സാധാരണക്കാർക്ക് നേരത്തെ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള മുൻകരുതൽ നടപടികൾ ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾ സമർപ്പിക്കേണ്ട രേഖകളുടെ കാര്യത്തിൽ
പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും വിധവാ പെൻഷനോ അവിവാഹിത പെൻഷനോ ഒക്കെ തന്നെ കൈപ്പറ്റുന്നവർ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഈ വർഷം ഇതുവരെ നൽകിയിട്ടില്ല എങ്കിൽ അത് ഉടൻ തന്നെ നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. ഇനി വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ അത് എല്ലാവരും തന്നെ രേഖകൾ നൽകേണ്ടതില്ലെങ്കിലും ഇതുവരെ ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത 3 ലക്ഷത്തോളം വരുന്ന ആളുകളുണ്ട്. ഇതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇവർ കൃത്യസമയത്ത് രേഖകൾ നൽകിയില്ലെങ്കിൽ ജൂൺ മാസം മുതൽ ഇവർക്ക് പെൻഷൻ മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവരുടെ വാർഷിക വരുമാനം അത് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെന്ന് കണ്ടെത്തിയാൽ അവർ സ്വാഭാവികമായിട്ടും ഈ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താകുമെന്നും സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് ഒരാഴ്ചയ്ക്കകം 65,000 മുൻഗണനാ റേഷൻ കാർഡുകൾ കൂടി വിതരണം ചെയ്യുമെന്ന് ഔദ്യോഗിക അറിയിപ്പ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ജനുവരി മാസത്തിൽ നൽകിയ 35,000-ലേറെ കാർഡുകൾക്ക് പുറമെയാണിത്. ഫെബ്രുവരി 24 വരെ ലഭിച്ച ഓൺലൈൻ അപേക്ഷകളിൽ ഭക്ഷ്യവകുപ്പ് ദ്രുതഗതിയിൽ ഇപ്പോൾ പരിശോധന പൂർത്തിയാക്കിയാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ യെല്ലോ പോലെയുള്ള തീവ്ര പരിശോധനകളിലൂടെയും സ്വമേധയാ കാർഡുകൾ സറണ്ടർ ചെയ്യാൻ നൽകിയ അവസരത്തിലൂടെ അനർഹരിൽ നിന്ന് തിരിച്ചുപിടിച്ച കാർഡുകളൊക്കെയാണ് ഇപ്പോൾ അർഹരായവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയായപ്പോൾ മുൻഗണനാ വിഭാഗത്തിൽ വന്ന 1 ലക്ഷത്തിലേറെ ഒഴിവുകളിലേക്കാണ് ഈ ഒരു തരംമാറ്റം ഇപ്പോൾ നടക്കുന്നത്. ഇതുവരെ വിതരണം ചെയ്ത 6,35,000-ഓളം കാർഡുകളിൽ 60,000 എണ്ണം AY വിഭാഗത്തിലും ബാക്കിയുള്ളവ PHH പിങ്ക് വിഭാഗത്തിലുമാണ് ഇപ്പോൾ നൽകുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ പുരോഗമിക്കുകയാണെന്നും മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡ് ഉടമകൾ ഈ മാസത്തെ റേഷൻ ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് കൈപ്പറ്റണമെന്നും അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ സപ്ലൈകോയുടെ പ്രത്യേക റംസാൻ ഫെയർ നടക്കുന്നുണ്ട്. അതുകൂടി എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. തിങ്കളാഴ്ച മാർച്ച് 9-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 180 രൂപയും പവന് 1,440 രൂപയും കുറഞ്ഞു. ഗ്രാമിന് 14,820 രൂപയിലും പവന് 1,18,560 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.